മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഉദ്ധവരുമായിട്ട് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടായി. ശ്രീകൃഷ്ണന് ഉദ്ധവര് ഒരു സഹോദരനെ പോലെയാണ്, ഒരു മന്ത്രിയെ പോലെയാണ്, ഒരു ഉപദേഷ്ടാവിനെ പോലെയാണ്, ഒരു സുഹൃത്തിനെ പോലെയാണ്, ഒരു മിത്രത്തെ പോലെയാണ്, എല്ലാമാണ്. ആ ഉദ്ധവര് കുറേ ചോദ്യങ്ങൾ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം കൃഷ്ണൻ മറുപടി പറയുന്നുണ്ട്. അവസാനം കൃഷ്ണൻ പറയുന്നു, ഞാനിവിടെ വന്നതിൻ്റെ ദൗത്യം കഴിഞ്ഞു, ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, ഞാൻ തിരിച്ചു പോവാണ്. ഇങ്ങനെ തിരിച്ചു പോകുന്ന ആ കൃഷ്ണന്റെ അടുത്ത് ഉദ്ധവര് ചോദിക്കുന്നുണ്ട്, അത്രയും അങ്ങ് ജീവിതത്തിൽ ഒരു നിമിഷം പോലും വിശ്രമിച്ചിട്ടില്ല, നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അങ്ങയെ ഭാവി ലോകം ഒന്ന് ചിന്തിക്കണം, പൂജിക്കണം, ആരാധിക്കണം, ഭക്തി പുരസ്സരം കൈകൂപ്പി തൊഴണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ എങ്ങനെയാ അത് ചെയ്യേണ്ടത്? അപ്പൊ കൃഷ്ണൻ നിസ്സംഗമായിട്ട് അതിന് മറുപടി പറയുന്ന രീതിയുണ്ട്. കല്ലുകൊണ്ടോ ചെളി കൊണ്ടോ മാർബിൾ കൊണ്ടോ മരം കൊണ്ടോ ലോഹം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചിത്രം വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു വിളക്ക് വെച്ചിട്ടോ അതല്ലെങ്കിൽ മനോരൂപം കൊണ്ടോ, മനോരൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കല്പം, ഒരു പൂവ് അവിടെ വെച്ച് അവിടെ ശ്രീകൃഷ്ണനുണ്ട് എന്ന് വിചാരിക്കുന്നത് മനോരൂപം. അപ്പൊ കരിങ്കല്ല്, ചെളി അല്ലെങ്കിൽ വെട്ടുകല്ല്, മാർബിള്, ദാരുശില്പം, അതുപോലെ പഞ്ചലോഹം അല്ലെങ്കിൽ ലോഹം, വിളക്ക്, ചിത്രം, മനോരൂപം, 8 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എൻ്റെ രൂപമായിട്ട് വെച്ച് അതിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുമെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും. ആ രൂപത്തിൻ്റെ മുമ്പിൽ, ആ രൂപത്തിൽ ഞാൻ ഉണ്ടാവും. അങ്ങനെയാണെന്ന് തോന്നുന്നു വിഗ്രഹാരാധന വന്നത്. പണ്ട് ഭാരതത്തിൽ വൈദിക ആരാധന ഉണ്ടായിരുന്നുള്ളൂ. വൈദിക ആരാധന അഗ്നിയിലേക്ക് ദ്രവ്യങ്ങൾ ഹോമിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പറയുന്ന പേരാണ് വൈദിക ആരാധന. അഗ്നിയിൽ ദ്രവ്യങ്ങൾ ഹോമിച്ച്, ഗണപതി ഹോമം വൈദിക ആരാധനയാണ്. തിലഹോമം, മൃത്യുഞ്ജയ ഹോമം, കർഗഹോമം, അഗ്നിഷ്ടോമം, യാഗങ്ങള്, സോമയാഗം, സുദർശന ഹോമം എല്ലാം വൈദിക കർമ്മങ്ങളാണ്. അഗ്നിയിലേക്ക് ദ്രവ്യങ്ങൾ ഹോമിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വൈദിക കർമ്മങ്ങൾ എന്ന് പറയും. വിഗ്രഹം വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ കരിങ്കല്ല് വിഗ്രഹമാവാം, ലോഹത്തിൻ്റെ ആവാം, ദാരുശില്പമാവാം, ചെളിയുടെ ആവാം, ലാട്രോയിറ്റ് വെട്ടുകല്ലിൻ്റെതാകാം, ചിത്രമാകാം, വിളക്ക് വെച്ചിട്ടാകാം, മനോരൂപമാകാം. ഇത് വെച്ചിട്ട് നമ്മൾ പൂജ, പൂക്കൾ ഉപയോഗിച്ച് പൂജ നടത്തുന്നത് പൗരാണിക ആരാധനയാണ്, പുരാണാന്തർഗതമാണ്. ആദ്യത്തേത് വൈദികം, രണ്ടാമത്തേത് പൗരാണികം. വിഗ്രഹം വെച്ച് നടത്തുന്ന പൂജകളെല്ലാം പൗരാണികമാണ്. അഗ്നിയിലേക്ക് ഹോമിച്ച് നടത്തുന്നതൊക്കെ വൈദികമാണ്. ഇനി ഞാൻ വേറൊരു വിഷയം കൂടി പറയാനാണ് ഇതിലൂടെ വന്നത്. ശരിക്ക് ശ്രീകോവിലിനകത്തൊരു വിഗ്രഹം വെക്കുന്നു എന്ന് നമ്മൾ പറയുന്നില്ലേ, അത് ഒരു കരിങ്കല്ല് വിഗ്രഹമാണ്. അത് ഇങ്ങനെയുണ്ടായത്, ഈ വലിയ പ്രപഞ്ചം, ഇതിനകത്ത് ബില്യൺസ് ആൻഡ് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഗാലക്സികളുണ്ട്. ഇത്രയും വലിയ പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സി. ആ മിൽക്കി വേ ഗാലക്സിയിൽ മില്യൺസ് ഓഫ് സോളാർ സിസ്റ്റങ്ങളുണ്ട്. അതിലെ ഒരു സോളാർ സിസ്റ്റമാണ് നമ്മുടെ സോളാർ സിസ്റ്റം. ആ സോളാർ സിസ്റ്റത്തിൽ കുറേ ഗ്രഹങ്ങളുണ്ട്. ഇപ്പോഴും എത്ര ഗ്രഹങ്ങളുണ്ടെന്ന് കൃത്യമായിട്ട് തിട്ടപ്പെടുത്തിയിട്ടില്ല. യുറാനസും നെപ്റ്റ്യൂണും പ്ലൂട്ടോയും ഗ്രഹങ്ങളാണോ എന്ന് തന്നെ തെളിയിച്ചിട്ടില്ല. അല്ലയോ എന്നും പറയുന്നുണ്ട്, ആണെന്നും പറയുന്നുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഒരു ഗ്രഹമാണ് ഭൂമി. ആ ഭൂമിയുടെ ഒരു ഭാഗമാണ് ഏഷ്യ ഭൂഖണ്ഡം. ആ ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ ഒരു ഭാഗമാണ് ഭാരതം. ഭാരതത്തിന്റെ ഒരു ഭാഗമാണ് സഹ്യപർവ്വതം. സഖ്യപർവ്വതത്തിന്റെ ഒരു ഭാഗമാണ് കരിങ്കല്ലിന്റെ പാറകൾ.
അതിൻ്റെ ഒരു ഭാഗമാണ് ചെറിയൊരു കരിങ്കല്ല് കഷ്ണം. ആ കരിങ്കല്ല് കഷ്ണത്തെ മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കുന്ന രൂപത്തിലാക്കി മാറ്റി ശ്രീകോവിലിനകത്ത് പ്രതിഷ്ഠിക്കുന്നു. ഈ പ്രപഞ്ചം, അതിലെ ഗാലക്സികളിൽ ഒരു ഗാലക്സി, ആ ഗാലക്സിയിലെ ഒരു സോളാർ സിസ്റ്റം, സോളാർ സിസ്റ്റത്തിലെ ഒരു ഗ്രഹം, ഗ്രഹത്തിലെ ഒരു രാജ്യം, ഗ്രഹത്തിലെ ഒരു ഭൂഖണ്ഡം, ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യം, രാജ്യത്തിലെ ഒരു പർവ്വതം, പർവ്വതത്തിലെ കരിങ്കല്ല്, കരിങ്കല്ലിലെ ഒരു കഷ്ണം എടുത്തിട്ട് നമ്മൾ വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ അത് പ്രപഞ്ചത്തെ ആരാധിക്കുന്നതിൻ്റെ മിനിയേച്ചർ ഫോമാണ്. ഭൂമിയെ ആരാധിക്കുന്ന, ഭൂമിയെക്കുറിച്ച് അറിയുന്നതിന് ഗ്ലോബ് ഉപയോഗിക്കുന്ന മാതിരി, അതേപോലെ സോളാർ സിസ്റ്റത്തെക്കുറിച്ച് അറിയുന്നതിന് ചെറിയ ചെറിയ നെല്ലിക്കയും തക്കാളിയും ഒക്കെ വെച്ചിട്ട് സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രനൊക്കെ അടയാളപ്പെടുത്തുന്ന മാതിരി ഈ വിഗ്രഹം പ്രപഞ്ചത്തിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ്. അത് ഒരു യാഗശാലയുടെ രൂപത്തിലാണ് ക്ഷേത്രം ഉണ്ടാക്കുക. അത് ഞാൻ അടുത്ത ദിവസം വിവരിക്കാം. യാഗശാലയുടെ രൂപത്തിൽ 24 മണിക്കൂറും അഗ്നി കത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ്, യാഗശാലയിൽ 24 മണിക്കൂറും അഗ്നി കത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഉത്തരവേദി. ആ ഉത്തരവേദിയുടെ നടുക്കാണ് വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത്. ആ വിഗ്രഹം പ്രപഞ്ചത്തിൻ്റെ മിനിയേച്ചർ ഫോമാണ്. അപ്പൊ നമ്മൾ ഓർമ്മിക്കാനുള്ളത്, ഒരു വിഗ്രഹം എന്ന് പറയുന്നത് ഒരു കല്ലിൻ്റെ കഷ്ണം ഒന്നുമല്ല. അത് ഈ പ്രപഞ്ചത്തിൻ്റെ as is the microcosm, so is the macrocosm. മാക്രോകോസം, അതിമഹത്തായ പ്രപഞ്ചത്തിൻ്റെ ചെറിയൊരു രൂപഭാവമാണ് നമ്മൾ ഈ ശ്രീകോവിലിനകത്ത് മനുഷ്യൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിധത്തിൽ വിഗ്രഹമാക്കി മാറ്റി പ്രപഞ്ചത്തിൻ്റെ സിംബോളിക്കായിട്ടുള്ള രീതിയിൽ വയ്ക്കുന്നത്. അതിൻ്റെ മുമ്പിലാണ് നമ്മൾ കൈകൂപ്പുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം, ഈ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും ഒരു മനസ്സുകൊണ്ട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതിനാൽ, ആ ലെവലിലേക്ക് നമ്മൾ ഉയരാത്തതിനാൽ മനസ്സുകൊണ്ട് ഇമാജിൻ ചെയ്യാനായിട്ടൊരു രൂപം വേണം. ആ രൂപമാണ് വിഗ്രഹമായിട്ട്, ബിംബമായിട്ട്, ഇമേജായിട്ട്, ഇമാജിനേഷന് വേണ്ടി ഇമേജായിട്ട് ശ്രീകോവിലിനകത്ത് ആചാര അനുഷ്ഠാന ചടങ്ങുകളോടുകൂടി നിർവഹിക്കുന്നത്. ഈ കല്ല് പ്രതിഷ്ഠിക്കാൻ എന്തിനാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും? നിങ്ങൾ നോക്കാം, സുപ്രീം കോടതി ജഡ്ജിയെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് എന്തൊക്കെയാ കണ്ടീഷൻസ് ഉള്ളത് അറിയോ? ഇന്ത്യൻ പ്രസിഡന്റിനെ ആ സ്ഥാനത്തിരുത്താൻ എന്തൊക്കെയാ ചടങ്ങുകളുള്ളത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആ സ്ഥാനത്തിരുത്താൻ കുറേയധികം ചടങ്ങുകളുണ്ട്. ഇതൊരു വ്യക്തിയെ കുറച്ചു കാലത്തേക്ക് ഇരുത്താൻ ചടങ്ങുകൾ വേണമെങ്കിൽ വ്യക്തിയല്ലാത്ത രൂപത്തെ അനാദികാലത്തേക്ക് ഇരുത്താൻ ചടങ്ങുകൾ വേണ്ടേ? ആ ചടങ്ങുകളാണ് പ്രതിഷ്ഠാകർമ്മമായിട്ട് എടുക്കുന്നത്. അപ്പം വിഗ്രഹം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ മിനിയേച്ചർ ഫോമാണെന്ന് മാത്രം മറക്കാതിരിക്കുക. പ്രണാമം, നമസ്കാരം.